ഹായ് ഗൈസ്, വി ബൈറ്റ്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ മിക്ക തറവാടുകളിലും നാഗക്കാവും നാഗപ്രതിഷ്ഠകളും കാണാറുണ്ട്. ഭക്തിയോടെ വിളിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്ന ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ. പുള്ളുവൻ പാട്ട് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല കേരളത്തിലെ. പഴയ കാലത്ത് പുള്ളുവക്കുടവുമായി വീടുതോറും കയറിയിറങ്ങി നാഗസ്തുതി പാടുന്ന പുള്ളുവന്മാർ ഇന്ന് ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗങ്ങൾ. സമ്പത്ത്, ഐശ്വര്യം, സന്താനഭാഗ്യം, ദീർഘായുസ്, ആരോഗ്യം, മനസ്സമാധാനം എന്നുവേണ്ട സർവ്വതും നൽകാൻ കഴിവുള്ളവരാണ് നാഗദൈവങ്ങൾ. വിശ്വാസത്തോടെ നാഗപൂജ നടത്തിയാൽ സർവ്വ ദുരിതങ്ങളും അകലും. നാഗങ്ങൾ പാതാളത്തിലാണ് അത്രേ വസിക്കുന്നത്. സ്ഥിരമായ ഒരിടത്തു തന്നെ വസിക്കുന്നവരുമാണ് നാഗങ്ങൾ. നാഗങ്ങളും സർപ്പങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. സർപ്പങ്ങൾ വിഷമുള്ളവരും ക്ഷിപ്രകോപികളും സർവ്വവ്യാപികളുമാണ്. നാഗങ്ങൾക്ക് വിഷമില്ല. അനന്തൻ നാഗവും വാസുകി സർപ്പവുമാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് അനന്തനും വാസുകിയും എല്ലാം ഞാൻ തന്നെയാണെന്നാണ്. നാഗാരാധനയുമായി ബന്ധപ്പെട്ട വഴിപാടുകളാണ് നാഗപൂജ, സർപ്പബലി, പുള്ളുവപ്പാട്ട്, ആയില്യം പൂജ, നൂറും പാലും, കളമെഴുത്ത്, വെള്ളരി ചുരിയൽ, പാൽപായസം, മഞ്ഞൾപ്പൊടി നിവേദ്യം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നാഗാരാധന ശുദ്ധിയോട് ചെയ്യണം. മാസമുറ, പുല, വാലായ്മ തുടങ്ങിയ സമയങ്ങളിൽ ഈ പൂജ ചെയ്യരുത്. നാഗക്കാവിലും പോകരുത്. ഓം നാഗരാജായ നമഃ. ഓം നാഗരാജ പ്രജാപതേ നമഃ.